Praise the Lord. ദൈവത്തിന് സ്തോത്രം. Shall we turn to 1 Corinthians chapter 2 1 കൊരിന്ത്യർ 2-ാം അധ്യായം and read verses 9 and 10. 9-10 വാക്യങ്ങൾ വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. But as it is written, I have not seen nor ear heard, neither have entered into the heart of man the things which God hath prepared for them that love him. But God hath revealed them unto us by his Spirit, for the Spirit searcheth all things, yea, the deep things of God. Praise the Lord. ദൈവത്തിന് സ്തോത്രം. These days the Lord should open our ears to hear his voice. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് നമ്മുടെ കാതുകളെ തുറക്കണം. The words that we are going to listen to these days should not just get into us as head knowledge. നാം ഈ ദിവസങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഒരു ജ്ഞാനത്തിന്റെ വാക്കുകൾ പോലെ നമ്മൾ പ്രവേശിച്ച് പോകുവാനിടയാകരുത്. It should become eternal life in us. അത് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനായി മാറ്റപ്പെടണം. For that the Lord should open our ears. അതിനുവേണ്ടി ദൈവം നമ്മുടെ കാതുകളെ തുറക്കണം. That the Lord might open our ears, let us praise God. ദൈവം നമ്മുടെ കാതുകളെ തുറക്കേണ്ടതിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 സ്തോത്രം 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 സ്തോത്രം. I would like to begin with an interesting story. ഒരു മനോഹരമായ ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But before that, a few words about the topic. അതിനു മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് ചില വാക്കുകൾ പറയാം. These days the topic under which we are going to study the word of God is heaven and hell. ഈ ദിവസങ്ങളിൽ നാം ദൈവവചനം പഠിക്കുവാൻ പോകുന്ന വിഷയം സ്വർഗ്ഗവും നരകവും എന്നുള്ളതാണ്. One reason why this topic has been selected because it's an interesting topic. ഇത് ഈ വിഷയം തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കാരണം ഇത് വളരെ താല്പര്യമുളവാക്കുന്ന ഒരു വിഷയമാണ്. Some say there is heaven and hell. ചിലർ പറയുന്നു സ്വർഗ്ഗവും നരകവുമുണ്ട്. Some say only heaven exists, there is no hell. ചിലർ പറയുന്നത് സ്വർഗ്ഗം മാത്രമേ ഉള്ളൂ, നരകമില്ല. Some people say there's no heaven and hell. ചിലർ പറയുന്നത് സ്വർഗ്ഗവുമില്ല നരകവുമില്ല. Some people say heaven and hell are on earth only, there's nothing beyond death. ചിലർ പറയുന്നത് സ്വർഗ്ഗവും നരകവും എന്നൊക്കെ പറയുന്നത് ഭൂമിയിൽ തന്നെയാണ്, അതിനപ്പുറത്ത് അങ്ങനെയൊന്നുമില്ല. Some people say I don't know and I don't care. ചിലർ പറയുന്നത് എനിക്കത് അറിയില്ല, ഞാനൊട്ട് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറുമില്ല. Whatever it is, when this is spoken about, it makes people listen. എന്തു തന്നെയായാലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനുഷ്യർ അത് ശ്രദ്ധിക്കുന്നു. But the second reason why this topic has been selected because it's important. രണ്ടാമത് ഈ വിഷയം തിരഞ്ഞെടുക്കുവാനുള്ള മറ്റൊരു കാരണം ഇത് പ്രാധാന്യമുള്ളതാണ്. Because if heaven and hell really exist, then we have to live very carefully. എന്തുകൊണ്ടെന്നാൽ സ്വർഗവും നരകവും വാസ്തവമായി നിലനിൽക്കുന്നുവെങ്കിൽ നാം എല്ലാം വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. Before I get into the scriptures, I want to begin from outside. തിരുവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുറമേ നിന്നുള്ള ചില കാര്യങ്ങളോടെ തുടങ്ങാം. Because if there's anyone here who does not believe in the Bible, I want to start from outside for their sakes. കാരണം ഇവിടെ വേദപുസ്തകത്തിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. In the beginning, I want to speak some philosophy. അല്ലെങ്കിൽ മറ്റൊരു ചില തത്വജ്ഞാനങ്ങൾ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It is better to believe in heaven and hell than disbelieve in heaven and hell. സ്വർഗ്ഗമില്ല എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത്, സ്വർഗ്ഗവും നരകവും ഇല്ല എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് സ്വർഗ്ഗവും നരകവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. I'll give you the reason. അതിനൊരു കാരണം ഞാൻ പറയാം. Suppose there is no heaven or hell. സ്വർഗ്ഗവും നരകവും ഇല്ല എന്ന് കരുതുക. The reality is there is no heaven and hell. വാസ്തവത്തിൽ സ്വർഗ്ഗവും നരകവും ഇല്ല എന്ന് വയ്ക്കുക. So there will be two groups of people, one who think there is in heaven and hell, and another group of people who don't believe in heaven and hell. ഒരു കൂട്ടം ജനം സ്വർഗ്ഗമുണ്ട് നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്, അതേപോലെ തന്നെ സ്വർഗ്ഗവും നരകവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. So that means after death we all cease to exist. അതായത് മരണശേഷം നാം എല്ലാം ഇല്ലാതെയായി പോകുന്നു. So those who don't believe in heaven and hell will cease to exist.
those who don't believe in heaven and hell, they will cease to exist, because our assumption now is there's no heaven and hell. സ്വർഗവും നരകവും ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ അവരും മരണശേഷം അവരും നിലനിൽക്കുകയില്ല, ഇല്ലാതെയായി പോകുന്നു. Those who believe in heaven and hell will also cease to exist. സ്വർഗം നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും മരണശേഷം സ്വർഗവും അവരില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ അവര് നിലനിൽക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. So those who think there is heaven and hell will live a pious holy life. സ്വർഗവും നരകവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഒരു വിശുദ്ധമായ നല്ല ജീവിതം ചെയ്യും. But after they die, they will be fooled, because there is no heaven and hell. അവരുടെ മരണത്തിന് ശേഷം അവർ വെറും വിഡ്ഢികളെ പോലെ ആകും, കാരണം സ്വർഗവും നരകവും ഇല്ലല്ലോ. But then they are not going to exist, so they won't live to realize that they are fools. They will just die, that's all. എന്നാൽ മരണത്തോടെ എല്ലാം അവസാനിക്കുന്നത് കൊണ്ട് അവർ ജീവിച്ചത് ഒരു വിഡ്ഢിയെ പോലെയാണ്, അല്ല അവരുടെ ജീവിതം വിഡ്ഢിത്തമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ അവർ അവിടെ കാണുകയില്ല. So that is the first situation. Suppose there is no heaven and hell. This is what happens to the believers and the unbelievers. ഒന്നാമത്തെ സാഹചര്യം ഇതാണ്. വാസ്തവത്തിൽ സ്വർഗവും നരകവും ഇല്ല എന്നുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഇതാണ് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും നേരിടുവാൻ പോകുന്ന അനുഭവം. Suppose there is heaven and there is hell. എന്നാൽ വാസ്തവത്തിൽ സ്വർഗവും നരകവും ഉണ്ട് എന്ന് കരുതുക. Then those who believe in heaven and hell and live accordingly will be satisfied at the end of their days. സ്വർഗവും നരകവും ഉണ്ട് എന്ന് വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നവർ അവരുടെ നാളുകൾക്ക് ശേഷം അവർ തൃപ്തരാകും. But those who don't believe in heaven and hell are going to be in serious trouble. എന്നാൽ സ്വർഗവും നരകവും ഉണ്ട് എന്ന് വിശ്വസിക്കാത്തവർ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുകയാണ്. So it is better to believe in heaven and hell than disbelieve in heaven and hell. അതുകൊണ്ട് സ്വർഗവും നരകവും ഇല്ല എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് സ്വർഗവും നരകവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ്. But today we are going to speak about heaven and hell, not because it's better to believe, but because it is real. ഇന്ന് സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് ഞങ്ങൾ സംസാരിക്കുവാൻ പോകുന്നത് അതിൽ വിശ്വസിക്കുന്നത് കുറച്ച് നല്ലതായതുകൊണ്ടല്ല, അത് വാസ്തവത്തിൽ അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമായി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. Before that I want to make a clarification. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. Those who do not believe in heaven and hell and life after death and God and angels and demons think they are more clever and more intelligent than those who believe in these things. സ്വർഗവും നരകവും ഇല്ല എന്നും ദൈവമില്ല എന്നും ദൂതന്മാരില്ല എന്നും മരണശേഷം ഒരു ജീവിതമില്ല എന്നും ചിന്തിക്കുന്ന മനുഷ്യർ അവർ തങ്ങളെക്കുറിച്ച് തന്നെ കരുതുന്നത് ഇവയൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരെക്കാൾ ബുദ്ധിശാലികൾ അവരാകുന്നു എന്നാണ്. But if you look at a person who believes in heaven and hell, സ്വർഗവും നരകവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ നോക്കിയാൽ, the atheist asks him saying, prove to me. ഒരു നിരീശ്വരവാദി അവരോട് പറയുന്നു, അതെനിക്ക് തെളിയിച്ചു തരണം. So the believer can't answer. വിശ്വാസിക്ക് അതിന് ഉത്തരം പറയുവാൻ കഴിയുന്നില്ല. So the atheist thinks he is more intelligent. അതുകൊണ്ട് നിരീശ്വരവാദി ചിന്തിക്കുന്നു താനാണ് കൂടുതൽ ബുദ്ധിയുള്ളത്. But the believer can ask back the same question to the non-believer and ask him, prove to me there is no heaven and hell. എന്നാൽ വിശ്വാസിക്കും അതേ ചോദ്യം തിരിച്ച് അവിശ്വാസിയോട് ചോദിക്കാം, സ്വർഗവും നരകവും ഇല്ല എന്ന് നിങ്ങളൊന്ന് തെളിയിക്കുക. He also cannot answer. തനിക്കും ഉത്തരം പറയുവാൻ കഴിയുകയില്ല. No atheist in this world can prove there is no heaven and hell. സ്വർഗവും നരകവും ഇല്ല എന്ന് ഈ ഭൂമിയിലുള്ള ഒരു നിരീശ്വരവാദിക്കും തെളിയിക്കുവാൻ കഴിയുകയില്ല. So what's the conclusion? എന്താണ് അതിന്റെ അവസാനം അല്ലെങ്കിൽ അതിന്റെ ചുരുക്കം എന്താണ്? About life after death, about what happens about death after death and what happens in if there is eternity or no, the believer and the unbeliever are in the dark. They don't know what's going on. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചോ നിത്യജീവനെ കുറിച്ചോ ഒക്കെ പറയുമ്പോൾ വിശ്വാസിയും അവിശ്വാസിയും അല്ലെങ്കിൽ നിരീശ്വരവാദിയും അവരെല്ലാം ഇരുട്ടിൽ തപ്പുന്ന പോലെയുള്ള അനുഭവത്തിലാകുന്നു. So is there a way in which we can know scientifically or from this world that heaven and hell exist? ശാസ്ത്രീയമായി ഈ ലോകത്തിൽ നിന്ന് തന്നെ സ്വർഗവും നരകവും ഉണ്ട് എന്ന് നമുക്ക് ഏതെങ്കിലും തെളിവുകൾ കണ്ടെത്തുവാൻ കഴിയുമോ? Today as the world is progressing in science has become the measuring stick for everything. ഇന്ന് ലോകം ശാസ്ത്രീയമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ എല്ലാ കാര്യത്തിന്റെയും അളവുകോൽ ഇന്ന് ശാസ്ത്രമായി തീർന്നിരിക്കുകയാണ്. So if I say something and science says something else,
if I as a pastor say something and science says something else, everybody will tend to believe the scientist more than the pastor. ഒരു പാസ്റ്റർ എന്ന വിധത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുകയും ശാസ്ത്രം അതിന് നേർ വിപരീതമായ കാര്യം പറയുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാവരും പാസ്റ്ററേക്കാൾ ഉപരിയായി ശാസ്ത്രം പറഞ്ഞതിനെയാണ് വിശ്വസിക്കുക. So I would like to prove from science itself whether hell and heaven exist or not. അതുകൊണ്ട് ശാസ്ത്രത്തിൽ നിന്ന് തന്നെ സ്വർഗ്ഗവും നരകവും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് തെളിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today there are some institutions, international institutions that are doing research in life after death. ഇന്ന് ചില മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഗവേഷണം നടത്തുന്നതായ ചില സാർവദേശീയ സംഘടനകൾ ഇന്ന് നിലവിലുണ്ട്. If you see in the chart, നാം ആ ചാർട്ടിൽ നോക്കിയാൽ there are names of two international institutions. രണ്ട് സാർവദേശീയ സംഘടനകളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. One is called the International Association for Near Death Studies. ഒന്നിന്റെ പേര് മരണത്തോടടുക്കുന്ന അല്ലെങ്കിൽ മരണത്തിലേക്ക് ഇറങ്ങി പോകുന്ന വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന സാർവദേശീയ സംഘടന എന്നാണ്. The other is NDERF, Near Death Experience Research Foundation. മറ്റേ സംഘടനയുടെ പേര് മരണത്തോടടുക്കുന്ന അനുഭവങ്ങൾ ഗവേഷണം നടത്തുന്ന സംഘടന. Now I want to tell you a few things about the research that they have done. അവർ നടത്തിയിരിക്കുന്ന ഗവേഷണങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Now they are looking at patients in hospitals who have gone near death. മരണത്തോടടുത്ത അല്ലെ മരണത്തിലേക്ക് ഇറങ്ങി പോകുന്ന അനുഭവത്തിൽ ആശുപത്രിയിൽ കാണുന്ന രോഗികളിലാണ് ഇവർ പരീക്ഷണം നടത്തുന്നത്. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? What do you mean by near death? എന്താണ് മരണത്തോടടുത്ത അല്ലെ മരണത്തിലേക്ക് ഇറങ്ങി പോകുന്ന അനുഭവം എന്ന് പറയുന്നത്? When a patient's brain stops functioning. ഒരു രോഗിയുടെ തലച്ചോറ് അത് പ്രവർത്തനരഹിതമാകുന്നു. The machine shows that the waves have gone flat. അതിലെ തരംഗങ്ങൾ, ആ മെഷീനിലുള്ള കമ്പ്യൂട്ടറിലുള്ള തരംഗങ്ങൾ അത് നേർവര പോലെ ആയിത്തീരുന്നു. A machine called EEG that measures brain activity shows that the brain has stopped functioning. തലച്ചോറിന്റെ പ്രവർത്തനം അളക്കുന്നതായ EEG എന്ന് പേരുള്ള ഒരു യന്ത്രമുണ്ട്. അത് അതിന്റെ പ്രവർത്തനം അതൊരു വര പോലെ അല്ലെങ്കിൽ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാണിക്കുന്നു. Such people are virtually dead, almost dead, as good as dead. ആ മനുഷ്യർ ഏകദേശം മരിച്ചവരാണ്, അല്ലെ മരിച്ചവരെ പോലെ തന്നെയാണ് അവര്. So suddenly after some time, after a few seconds of that situation, they come back to life. പെട്ടെന്ന് ചില സെക്കൻഡുകൾക്ക് ശേഷം അവർ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു. But when they in that situation where their body showed and where the computer showed they were dead, they were actually having some experiences. ആ വാസ്തവത്തിൽ അവരുടെ ശരീരവും കമ്പ്യൂട്ടറും ഇവർ മരിച്ചു എന്നുള്ള നിലവാരം കാണിച്ചപ്പോൾ വാസ്തവത്തിൽ ആ സമയത്ത് അവർക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകുകയായിരുന്നു. Those experiences are called near death experiences. ആ അനുഭവങ്ങൾക്കാണ് മരണത്തോടടുത്ത അനുഭവങ്ങൾ എന്ന് പറയുന്നത്. So scientists and doctors have been recording and documenting these experiences of hundreds and hundreds of people and doing research. ഇപ്രകാരമുള്ള നൂറുകണക്കിന് മനുഷ്യരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തി ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. So they have made some discoveries. അവരെ ചില കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. All these people who have had near death experiences have had similar testimonies. ഈ അനുഭവത്തിലേക്ക് പോയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഏകദേശം ഒരേപോലെയുള്ള സാക്ഷ്യമാണ് പറയുവാനുള്ളത്. When they reach that near death experience, അവർ ആ മരണത്തോടടുത്ത ആ അനുഭവത്തിൽ എത്തിയപ്പോൾ most of them have confessed as though they were passing through a tunnel. അവരിൽ അനേകർ പറഞ്ഞത് അവരൊരു തുരങ്കത്തിലൂടെ കടന്നു പോകുന്നത് പോലെ ആയിരുന്നു എന്നാണ്. Something like this. ഇതുപോലെയുള്ള ഒരു കാര്യം in the last picture. ഈ അവസാന പടത്തിൽ കാണുന്നത്. So they passed through a tunnel for a long time. അവര് ഒരു തുരങ്കത്തിലൂടെ വളരെ ദൂരം അവർ കടന്നുപോയി. And when they come out into the other side, many of them see bright light, many of them see fire. അവർ ആ തുരങ്കത്തിന്റെ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരിൽ അനേകരും ചിലർ വലിയ തേജസ് കണ്ടു, ചിലർ വലിയ തീ കാണുവാനും ഇടയായി. So those who see bright light experience great joy and peace. വലിയ തേജസ് കണ്ട, പ്രകാശം കണ്ടവർ അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും അനുഭവിച്ചു. It is joy and peace and happiness that they cannot describe. അവർക്ക് വിവരിക്കുവാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും അവർ അനുഭവിച്ചു. And those who have seen fire have experienced great dread and sorrow and fear. തീ കണ്ട അനേകർ അവരുടെ ജീവിതത്തിൽ ഭയവും നിരാശയും എല്ലാം അവർ അനുഭവിച്ചു. So and then they come back to life.
അവർ ജീവിതത്തിലേക്ക് അതിനുശേഷം മടങ്ങി വന്നു. There's one experience of one man. ഒരു മനുഷ്യന്റെ അനുഭവം ഇപ്രകാരമുണ്ട്. He was an agnostic. That means he's not an atheist, he's not an theist either. He's an agnostic is one who says you can't know whether there is God or not. താൻ ഇപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. താൻ ഒരു നിരീശ്വരവാദി ആയിരുന്നില്ല, അതേസമയം തന്നെ താൻ ഒരു വിശ്വാസിയും ആയിരുന്നില്ല. തന്റെ ചിന്താഗതി ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു നിലവാരത്തിലായിരുന്നു താൻ. He grew up like that. താൻ അപ്രകാരമാണ് വളർന്നു വന്നത്. So one day he was very sick. ഒരു ദിവസം താൻ വളരെ രോഗിയായി തീർന്നു. And he had this near death experience. തനിക്ക് ഈ മരണത്തോടടുത്ത അനുഭവം ഉണ്ടായി. And he saw himself leaving his body. താൻ തന്റെ ശരീരം വിട്ട് പുറത്തേക്ക് വരുന്നത് താൻ അനുഭവിച്ചു. He went out of the hospital room. താൻ ആ ഹോസ്പിറ്റൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. And there were some doctors and nurses waiting for him outside. തനിക്ക് വേണ്ടി കാത്തുകൊണ്ടിരുന്ന ചില ഡോക്ടർമാരും നഴ്സുമാരും ആ റൂമിന് വെളിയിൽ ഉണ്ടായിരുന്നു. So they told him, how long have you been taking? We've been waiting for you. അവർ തന്നോട് പറഞ്ഞത്, എത്ര നേരമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അവർ തന്നോട് പറഞ്ഞു. So he was wondering, nobody called for me, nobody told me to come out. I come out and see these people and they say, how long we are waiting for me? What is this? താൻ ചിന്തിച്ചത്, എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ, എന്നെ ആരും വിളിക്കുന്നതൊന്നും കേട്ടില്ലല്ലോ, ഇപ്പോൾ ഇവർ എന്നോട് പറയുകയാണ് എത്ര നേരമായി ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു, എന്താണിത്? So they said, come with us. അവർ പറഞ്ഞു, ഞങ്ങളോട് കൂടെ വരിക. So he followed them. അവരെ താൻ പിന്തുടർന്നു. So he kept walking and walking for so long. He said, how can a hospital be so long? താൻ നടക്കുവാൻ തുടങ്ങി. നടന്ന് വളരെ നേരമായി. താൻ ചിന്തിച്ച, ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണ് ഇത്രയും വലുതാകുന്നത്? Suddenly he looked at those doctors and nurses. Now they had changed. They were no more doctors and nurses. When he saw their faces, they looked like animals. താൻ പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർമാരും നഴ്സുമാരും അവരുടെ രൂപം മാറുവാൻ തുടങ്ങി. ഇപ്പോൾ അവരെ കണ്ടാൽ മൃഗങ്ങളെ പോലെ ആയിത്തീർന്നു. He got so scared, he stood where he was. താൻ ഭയന്ന് താൻ ആയിരുന്ന സ്ഥലത്ത് തന്നെ പെട്ടെന്ന് നിന്നു. Then those doctors and nurses grabbed him and started dragging him. പെട്ടെന്ന് ആ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് തന്നെ പിടികൂടി തന്നെ വലിച്ചുകൊണ്ട് പോകുവാൻ തുടങ്ങി. At that time he didn't know what to do. തനിക്ക് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ അറിയില്ലായിരുന്നു. Suddenly he remembered when he was very very small as a child, he had studied in Sunday school. പെട്ടെന്ന് താൻ ഒരു കൊച്ചുകുട്ടി ആയിരുന്നപ്പോൾ സൺഡേ സ്കൂളിൽ പഠിച്ചതായ ഒരു കാര്യം പെട്ടെന്ന് തന്റെ ഓർമ്മയിലേക്ക് വന്നു. When somebody told him during those days, when you are in trouble, cry out to Jesus. ആരോ അന്ന് തന്നോട് ഇപ്രകാരം പറഞ്ഞിരുന്നു, നീ ഏതെങ്കിലും ഒരു പ്രശ്നമധ്യേ ആകുമ്പോൾ യേശുവിനോട് നിലവിളിക്കുക. So at that time his voice didn't come out, he couldn't scream, but in his mind he called out, Jesus save me. ആ സമയത്ത് തനിക്ക് നിലവിളിക്കുവാൻ കഴിഞ്ഞില്ല, തന്റെ ശബ്ദം വെളിയിലേക്ക് വന്നില്ല. എന്നാൽ തന്റെ മനസ്സിൽ താൻ ഇപ്രകാരം പറഞ്ഞു, യേശുവേ എന്നെ രക്ഷിക്കണമേ. When he cried out like that, താൻ അപ്രകാരം നിലവിളിച്ചപ്പോൾ suddenly all those animal like people lost their grip on him and he was back in his room. ആ മൃഗങ്ങളെ പോലെയുള്ള ആ മനുഷ്യർക്ക് പെട്ടെന്ന് തന്റെ മേലുള്ള പിടുത്തം നഷ്ടപ്പെടുകയും താൻ ഉടനടി തന്റെ മുറിയിലേക്ക് മടങ്ങി വരികയും ചെയ്തു. And then he sat up in his bed. താൻ തന്റെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. Now some people might ask, I also can make up stories like this. ഒരുപക്ഷേ നിങ്ങളിൽ ചിലരും പറഞ്ഞേക്കാം, എനിക്ക് ഇതുപോലുള്ള കഥയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന്. Now listen, if these are only stories, then you won't have an international association doing research on stories. ഇത് വെറും കഥയാണെന്ന് കരുതിയാൽ ഒരു സാർവദേശീയ സംഘടന ഇപ്രകാരമുള്ള കഥകൾ വെച്ച് ഗവേഷണം നടത്തുമോ? No one's going to waste time spending money on stories. കഥകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുവാനും അതിനുവേണ്ടി ഗവേഷണം നടത്തുവാനും ആരും പരിശ്രമിക്കുകയില്ലല്ലോ. That person who I told you of just now, who sat up in his bed after having this experience, today he was an agnostic once, but today he's a pastor in a church. ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞുവല്ലോ, ഈ അനുഭവത്തിന് ശേഷം പെട്ടെന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച്. ഒരിക്കൽ താൻ ഇരുന്ന ഒരു മനുഷ്യനായിരുന്നു, എന്നാൽ ഇന്ന് താൻ ഒരു സഭയിലെ ഒരു പാസ്റ്ററാണ്. It could be dreams, isn't it? അതൊരു പക്ഷെ സ്വപ്നമായി തോന്നിയേക്കാം, അല്ലേ? You know, these people, when they are in their deathbed, when the computer shows that they are dead, they have mentioned conversations between doctors going on in the room while they were dead.
ഈ മനുഷ്യർ അവരുടെ മരണക്കിടക്കയിലായിരുന്നപ്പോൾ കമ്പ്യൂട്ടർ ഇവർ മരിച്ചു എന്നുള്ള നിലവാര മെഷീനിൽ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യർ ആ സാഹചര്യത്തിൽ ഡോക്ടറും നേഴ്സും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സംഭാഷണങ്ങൾ എന്താണെന്ന് പിന്നീട് അവർ ഓർത്തു പറഞ്ഞിട്ടുണ്ട്. So they can't be seeing dreams about true things that happened while they were dead, isn't it? അവർ മരിച്ച സമയത്ത് നടന്ന സംഭവങ്ങളെ കുറിച്ച്, ശരിയായി നടന്ന സംഭവങ്ങളെ കുറിച്ച് അവർക്ക് സ്വപ്നം കാണുവാൻ കഴിയുകയില്ലല്ലോ. Not only that, അത് മാത്രമല്ല, how can everybody have a dream about going through a tunnel? You can have thousands of varieties of dreams, isn't it? എപ്രകാരമാണ് എല്ലാവരും ആയിരക്കണക്കിന് പേർ ഒരേ തുരങ്കത്തിൽ കൂടി പോകുന്ന സ്വപ്നം കാണുന്നത്? അവർ കാണുമ്പോൾ പല വിധത്തിലുള്ള സ്വപ്നങ്ങളല്ലയോ കാണേണ്ടത്? So, and if there's about 100 if there are 100 testimonies, you can doubt it. If there are only 100 testimonies like this, maybe you can doubt it. ഇപ്രകാരമുള്ള 100 സാക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ സംശയിക്കാം. But these international associations have recorded at least 1 crore and 10 lakhs of testimonies. ഈ സർവദേശീയ സംഘടന ഏറ്റവും കുറഞ്ഞത് 1,10,00,000 ഇപ്രകാരമുള്ള സാക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. So heaven and hell has been scientifically researched to be true. സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായി ഗവേഷണം നടത്തി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. They have taken lakhs and lakhs of people who have gone to the edge of death and had a peep onto the other side and have come back and told us their stories. മരണത്തിന്റെ ആ അറ്റം വരെയും എത്തി അതിനപ്പുറത്തേക്ക് എത്തി നോക്കിയതിനു ശേഷം മടങ്ങി വന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരിൽ നിന്ന് അവര് ഇത് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. So heaven and hell are not fictions invented by religious people just to make people come to them. മത പുരോഹിതന്മാര് മനുഷ്യർ അവരുടെ അടുക്കിലേക്ക് വരുവാൻ വേണ്ടി കണ്ടുപിടിച്ച ഏതോ ഒരു സാങ്കല്പിക കഥയല്ല സ്വർഗവും നരകവും എന്നുള്ളത്. Science, which has been the measuring scale of all things, itself now admits that there is life after death. എല്ലാത്തിന്റെയും അളവുകോലായ ശാസ്ത്രം തന്നെ ഇന്ന് സമ്മതിക്കുകയാണ് മരണത്തിനു ശേഷം മറ്റൊരു ജീവനുണ്ട് എന്നുള്ളത്. But before coming to the topic, I want to digress a little bit. I want to go out of the topic a little bit. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ വിഷയത്തിൽ നിന്ന് പുറത്തുള്ള ചില കാര്യങ്ങൾ കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today everybody is measuring everything by science. ഇന്ന് എല്ലാവരും ശാസ്ത്രം കൊണ്ടാണ് എല്ലാം അളന്നു നോക്കുന്നത്. But I want to tell you something, that all science is not true science. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ശാസ്ത്രം, എല്ലാ ശാസ്ത്രവും ശരിയായ ശാസ്ത്രമല്ല. It is not correct to measure everything by science. എല്ലാം ശാസ്ത്രീയമായി നമുക്ക് അളക്കുവാനും കഴിയുകയില്ല. Because what is not science today is being inserted into science as though it is truth and part of science. എന്നാൽ ഇന്ന് ശാസ്ത്രത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പിന്നീട് ശാസ്ത്രത്തിലേക്ക് അത് വളരെ വാസ്തവമാണ് എന്നുള്ള വിധത്തിൽ അത് തള്ളിക്കയറ്റിയിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. Now I want to put before you some statements made by scientists who themselves admit their ignorance about science. ചില ശാസ്ത്രജ്ഞന്മാർ നടത്തിയതായ ചില പ്രസ്താവനകൾ, ശാസ്ത്രത്തെക്കുറിച്ച് അവർക്കുള്ള അറിവില്ലായ്മ വെളിപ്പെടുത്തുന്ന ചില പ്രസ്താവനകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. In 1920, 1920 one scientist was observing the universe. ഒരു ശാസ്ത്രജ്ഞൻ ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. He observed that the universe was expanding. All the stars and galaxies and planets were all expanding from a particular center point in different directions. താൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പ്രപഞ്ചവും ആകാശഗംഗയും ഗ്രഹങ്ങളുമെല്ലാം ഒരു പ്രത്യേക കേന്ദ്ര ബിന്ദുവിൽ നിന്ന് അത് വികസിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് താൻ കണ്ടു. That's when the Big Bang theory came. അങ്ങനെയാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം ഉരുവായി വന്നത്. So they said once upon a time all these heavenly bodies are one together as one ball, and then an explosion took place, and that's how the whole universe is expanding. അവർ പറഞ്ഞത്, ഒരു കാലത്ത് ഇന്ന് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സൂര്യനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം ചേർന്ന് അത് ഒരു ദ്രവ്യമായിട്ട് ഒന്നായിട്ട് കാണപ്പെട്ടിരുന്നു. എന്നാൽ ഒരു മഹാവിസ്ഫോടനം നടന്നു. അതിനുശേഷം ഇന്ന് കാണപ്പെടുന്ന വിധത്തിലുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ആയത് മാറ്റപ്പെട്ടു. So what will happen after some time, after many years? അനേക വർഷങ്ങൾക്ക് ശേഷം എന്തു സംഭവിക്കും? The speed of expansion will slow down and suddenly stop, and then the gravitational forces of these bodies will act upon one another. They will start contracting again and come together. ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആ വികസനത്തിന്റെ അതിന്റെ സ്പീഡ് കുറഞ്ഞു വരികയും അത് അവസാനം ഈ വസ്തുക്കൾ വികസിച്ചു വരുന്നത് നിൽക്കുകയും കുറച്ച് അതിനുശേഷം ഇത് തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം വർദ്ധിച്ചിട്ട് ഇത് വീണ്ടും ചുരുങ്ങി വരുവാൻ തുടങ്ങുകയും ചെയ്യും. So that's what scientists expected. അതാണ് ശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചിരുന്നത്. So in the 1990s, when
when scientists were observing the universe again, 1990കളിൽ ശാസ്ത്രജ്ഞന്മാർ ഈ പ്രപഞ്ചത്തെ വീണ്ടും നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ they expected the speed of expansion of the universe to be slower than what it was in the 1920s. 1920കളിൽ ഉണ്ടായിരുന്ന ഈ വിപ്രകാരം വികസിക്കുന്നതിന്റെ വേഗതയേക്കാൾ ഇപ്പോഴുള്ള വേഗത കുറഞ്ഞിരിക്കും എന്നാണ് അവർ ചിന്തിച്ചത്. But to their amazement, they saw it was expanding faster than before. എന്നാൽ ഈ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ വേഗത്തിൽ ഇപ്പോൾ വികസിക്കുന്നു എന്ന് കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. This is so terribly amazing that scientists still today are dumbfounded about this. ഇത് ഇത്രത്തോളം ആശ്ചര്യകരമായിരിക്കുന്നു. അതുകൊണ്ട് ഇന്നും ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് മൗനമായി സംസാരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. Because this proves that there is some invisible force that is greater than all the gravitational forces of all the heavenly bodies of the universe that's pushing these bodies apart. ഇത് കാണിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളുടെയും ഗുരുത്വാകർഷണ ബലത്തേക്കാൾ അതിനേക്കാൾ ശക്തിയുള്ള മറ്റെന്തോ ഒരു ശക്തി ഇവയെല്ലാം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. So there's some invisible force. അതായത് അദൃശ്യമായ ഏതോ ഒരു ശക്തിയുണ്ട്. Scientists call that dark energy. ശാസ്ത്രജ്ഞന്മാർ അതിനെ വിളിക്കുന്നത് ഇരുണ്ട ഊർജ്ജമെന്നാണ്. So for that dark energy there must be some matter which produces that energy, which they call dark matter. ഇരുണ്ട ഊർജം പുറപ്പെടുവിക്കണമെങ്കിൽ അതിനു വേണ്ടി ഒരു ഇരുണ്ട ദ്രവ്യം കാണപ്പെടണം. ആ ദ്രവ്യത്തിന് അവർ വിളിച്ചിരിക്കുന്ന പേരാണ് ഇരുണ്ട ദ്രവ്യം. That dark matter and dark energy, they don't know what it is till now. ശാസ്ത്രജ്ഞന്മാർക്ക് ഇന്നും ശരിയായി അറിയില്ല എന്താണ് ഈ ഇരുണ്ട ഊർജവും എന്താണ് ഈ ഇരുണ്ട ദ്രവ്യവും എന്ന്. But what has to be noted is this dark matter and dark energy, which they don't know what it is so much there in the universe that all the visible matter that we have today and the gravitational forces put together, that is the earth, the billions of stars all together, is only 4% of the whole universe. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ? ഇന്ന് കാണുവാൻ കഴിയാത്ത ഈ ഇരുണ്ട ഊർജവും ഈ ഇരുണ്ട ദ്രവ്യവും അതിന്റെ ആ ശക്തി ഇന്ന് നമുക്ക് മനുഷ്യർക്ക് കാണുവാൻ കഴിയുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുരുത്വാകർഷണ ബലവുമായി താരതമ്യം ചെയ്ത് നോക്കിയെന്നാൽ ഈ എല്ലാത്തിന്റെയും ഗുരുത്വാകർഷണ ബലം ഈ ഇരുണ്ട ഊർജത്തിന്റെ 4% മാത്രമേ ആകുന്നുള്ളൂ. So the whole universe that we see now is only 4% of what actually exists. അതായത് ഇന്ന് നാം കാണുന്ന ഈ മുഴു പ്രപഞ്ചവും വാസ്തവമായി ഉള്ളതിന്റെ വെറും 4% മാത്രമേ ഉള്ളൂ. That means 96% of the universe, what it is, scientists don't know. അതിന്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിന്റെ 96% ഭാഗവും എന്താണ് എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും അറിയുകയില്ല. Now I'm going to read out a part of the statements made in a scientific journal about this. ഒരു ശാസ്ത്രീയ പ്രസിദ്ധീകരണത്തിൽ ഇതിനെക്കുറിച്ച് അവർ നൽകിയിരുന്ന ഒരു പ്രസ്താവന ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. What is dark energy? എന്താണ് ഇരുണ്ട ഊർജം? Well, the simple answer is we don't know. അതിന്റെ ഏറ്റവും ചുരുങ്ങിയ ഉത്തരം എനിക്കറിയുകയില്ല, അല്ലെ നമുക്കറിയുകയില്ല എന്നുള്ളതാണ്. This is what scientists are writing. ഇത് ശാസ്ത്രജ്ഞന്മാർ എഴുതിയ കാര്യമാണ്. It seems to contradict many of our understandings about the way the universe works. ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ പല ധാരണകൾക്കും വിരോധമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. The strangeness of dark energy is thrilling. ഈ ഇരുണ്ട ഊർജത്തിന്റെ അതിന്റെ അപരിചിതത്വം മനുഷ്യനെ അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. It shows scientists that there is a gap in our knowledge that needs to be filled. നമ്മുടെ അറിവിൽ ഒരു വിടവുണ്ട്, അത് നികത്തപ്പെടണം. So scientists are saying there is a gap in their knowledge. അതായത് ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ് അവരുടെ അറിവിൽ ഒരു വിടവുണ്ട്. Then they continue. അവർ തുടർന്ന് പറയുകയാണ്, we have before us the evidence that the cosmos or the universe may be configured or arranged vastly differently than we imagine. അവർ പറയുകയാണ് ഈ പ്രപഞ്ചം നാം ചിന്തിച്ചതിൽ നിന്നും വളരെ വിഭിന്നമായ ഒരു വിധത്തിലാണ് ഇത് ഉണ്ടായി വന്നത് എന്നുള്ളതിന് വ്യക്തമായ ചില തെളിവുകൾ ഉണ്ട് എന്ന്. Dark energy signals that we have a great deal to learn. ഈ ഇരുണ്ട ഊർജം കാണിക്കുന്നത് നമുക്കിനിയും അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട് എന്നാണ്. And it also shows that we are poised for another leap
in our understanding about the universe. അത് നമ്മുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവില് നമുക്ക് ഇനിയും ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തേണ്ടിയിരിക്കുന്നു. Now why am I going to such great lengths to speak science here in a Christian service? ഒരു ക്രിസ്തീയ കൂട്ടായ്മയിൽ ഒരു ആരാധനയിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ശാസ്ത്രം സംസാരിക്കുന്നത്? Because behind this is a subtlety of the devil. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ എല്ലാം പുറകിൽ പിശാചിന്റെ ഒരു തന്ത്രമുണ്ട്. This universe coming with a big bang and come by accident, and men involving from monkey, and is not just a theory. ഈ പ്രപഞ്ചം മുഴുവനും ഒരു മഹാവിസ്ഫോടനത്തിൽ നിന്ന് ഉളവായി എന്നും കുരങ്ങനിൽ നിന്ന് മനുഷ്യൻ ഉളവായി എന്നും ഒക്കെ പറയുന്നത് യാദൃച്ഛിക വന്ന ഏതെങ്കിലും ഒരു സിദ്ധാന്തമല്ല. What has no proof is being forced into the study books of students, and they are made to study. തെളിവില്ലാത്ത ചില കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള പാഠപുസ്തകങ്ങളിലാക്കി അത് അവർ പഠിക്കുവാൻ അവരെ നിർബന്ധിതരാക്കുന്നു. You read Romans chapter 1 and verse 20. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ 20 to 22. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. 22. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. For the invisible things of him from the creation of the world are clearly seen, being understood by the things that are made, even his eternal power and Godhead, so that they are without excuse, because that when they knew God, they glorified him not as God, neither were thankful, but became vain in their imaginations, and their foolish heart was darkened. Professing themselves to be wise, they became fools. So here is a group of people who think they are wise. ഇവിടെ വായിക്കുമ്പോൾ അവർ ജ്ഞാനികളെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരെ കാണാം. Although God's existence is very clear, being understood by the things that are made, ഈ ലോകത്തിൽ ഉളവായിട്ടുള്ള സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിലും, that's what the verse says. That's what this verse says. അതാണ് അപ്രകാരമാണ് ഈ വാക്യം പറയുന്നത്. Although God can clearly be seen in creation, ഈ സകല സൃഷ്ടിയിലും ദൈവത്തെ ശരിയായി കാണുവാൻ കഴിയുമെങ്കിൽ തന്നെയും one group of people are looking for an alternate solution. ഒരു കൂട്ടം ജനം അവര് ഒരു വ്യത്യസ്തതയുള്ള ഒരു ഉത്തരത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. Just now you heard in the testimony, നാം സാക്ഷ്യത്തിൽ കേട്ടതുപോലെ the brother who believed in God stopped believing in God. ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന സഹോദരൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുവാൻ തുടങ്ങി. Why? എന്തുകൊണ്ട്? Because he failed in his 10th standard. എന്തുകൊണ്ടെന്നാൽ താൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. In the same way, Charles Darwin once believed in God, but now then stopped believing in God because one of his daughters called Annie died when she was very small. ഒരിക്കൽ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ചാൾസ് ഡാർവിൻ പിന്നീട് നിരീശ്വരവാദിയെ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതിന് കാരണം തന്റെ മക്കളിൽ ഒരാളായ ആനി ഒരു രോഗിയായി മരിക്കുവാനിടയായി. When she was small. താൻ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മരിച്ചുപോയി. So that raised a question in him and said, why should God do this to my young daughter? I don't believe in God. തന്റെ ഉള്ളിൽ അതിനുശേഷം ഒരു ചോദ്യം ഉയർന്നു, എന്തുകൊണ്ട് ദൈവം എന്റെ കുട്ടിയോട് ഇപ്രകാരം ചെയ്തു? ദൈവമില്ല, അതുകൊണ്ട് ദൈവമില്ല. So he started doing research and brought about this theory of evolution. അതുകൊണ്ട് താൻ ഗവേഷണങ്ങൾ നടത്തി ഈ ഉൽപ്പത്തിയുടെ പ്രപഞ്ചോൽപ്പത്തിയുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള സിദ്ധാന്തം താൻ കൊണ്ടുവരികയുണ്ടായി. Now Charles Darwin, in the course of his theory discoveries or research, himself said, I may be wrong. തന്റെ ഈ സിദ്ധാന്തത്തിൽ താൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഒരുപക്ഷെ ഇത് തെറ്റായിരിക്കാം, ഞാൻ തെറ്റായിരിക്കാമെന്ന്. So when he himself said he is wrong, how are they putting that into a textbook and making young people study it when it can be wrong? താൻ തന്നെ പറയുന്നു അത് തെറ്റുവാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ എപ്രകാരമാണ് പാഠപുസ്തകങ്ങളിലാക്കി ആ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്? In America itself, അമേരിക്കയിൽ തന്നെ 45% of the scientists believe in this theory
55 do not believe in this theory. 45% ശാസ്ത്രജ്ഞന്മാർ ഈ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ 55% ശാസ്ത്രജ്ഞന്മാർ ഇതിൽ വിശ്വസിക്കുന്നില്ല. But unfortunately, the smaller group is more influential, so they have had the power to put it into the books. എന്നാൽ ദൗർഭാഗ്യകരമായി ഈ കുറഞ്ഞ 45% പേർക്ക് അവർക്ക് വളരെ സ്വാധീനമുള്ളതുകൊണ്ട് അവർ ഇത് എല്ലാ പാഠപുസ്തകങ്ങളിലും ഇത് വരുത്തുന്നു. What is the silent message in this theory? ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സന്ദേശം എന്താണ്? The silent message is there is no God. ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന സന്ദേശം ദൈവമില്ല എന്നുള്ളതാണ്. So young people who study that this world has come by itself, we've come by ourselves by accident, now can live a life without God. അങ്ങനെ ആ കൊച്ചു ഇത് പഠിച്ചു വളരുന്നതായ കുട്ടികൾ അവർക്ക് വളർന്നു വരുമ്പോൾ ദൈവമില്ല എന്നുള്ള അനുഭവത്തിൽ അപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് അവർ വരുന്നു. So although it is science, there is a religious message there. അതൊരു ശാസ്ത്രമാണെങ്കിൽ തന്നെയും ഒരു മതപരമായ ഒരു ദൂത് അതിനകത്തുണ്ട്. So the devil has brought this into the science books and made it as though it is true, so that people can live as they like. പിശാച് ഇത് ശാസ്ത്രത്തിലൂടെ പാഠപുസ്തകങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവമില്ല എന്നുള്ള അനുഭവത്തിൽ മനുഷ്യർക്ക് ജീവിക്കുവാൻ ആ അനുഭവത്തിലേക്ക് പിശാച് കൊണ്ടുവരുന്നു. But there are so many scientists today who believe in creation. എന്നാൽ അനേക ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ദൈവത്തിന്റെ സൃഷ്ടിയിൽ അവർ വിശ്വസിക്കുന്നു. There are hundreds of scientists today who can disprove evolution and they say God created the heavens and the earth. പരിണാമത്തെ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് ദൈവം ഈ ഭൂമിയെ ഈ കാണുന്നതിനെ എല്ലാം സൃഷ്ടിച്ചു എന്ന് തെളിയിക്കുവാൻ കഴിയുന്ന നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഇന്നുണ്ട്. The others professing to be wise, they are the ones who become the fools. ബുദ്ധിമാന്മാർ എന്ന് അഭിമാനിക്കുന്ന അവർ തന്നെ അവർ ഭോഷന്മാരായി പോകുന്നു. So the conclusion is this: God and the devil and heaven and hell are very very real. ഇതിന്റെ എല്ലാം ഉത്തരം ഇതാണ്: സ്വർഗ്ഗവും നരകവും ദൈവവും പിശാചും എല്ലാം വളരെ വളരെ വാസ്തവമാണ്. Now if heaven and hell are real, now that heaven and hell are real, there is another thing that we all must know. ഈ സ്വർഗ്ഗവും നരകവും എല്ലാം എന്നുള്ളത് അത് വാസ്തവമാണെങ്കിൽ നാം എല്ലാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. We can't live as we like. നമുക്കിഷ്ടമുള്ളതുപോലെ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. Our life here decides on where we are going to go after we die. നമ്മുടെ മരണശേഷം നാം എവിടെ പോകുന്നു എന്നുള്ളത് ഇന്ന് നമ്മുടെ ജീവിതമാണ് തീരുമാനിക്കുന്നത്. For those who are intellectual and thinking and want every answer intellectually, also God has provided sources by which they also can understand scientifically that life after death is very real. ബുദ്ധിശാലികളായ മനുഷ്യർക്ക് എല്ലാത്തിന്റെയും ഉത്തരം ബുദ്ധിപരമായി വേണമെന്ന് വാദിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് മനസ്സിലാക്കേണ്ടതിന് ദൈവം ഇതിന്റെ എല്ലാം ഉത്തരം ദൈവം വളരെ വ്യക്തമായി ബുദ്ധിപരമായി തന്നെ തന്നിരിക്കുന്നു. ഇതെല്ലാം സ്വർഗവും നരകവും എല്ലാം വാസ്തവമാണ് എന്ന് അവർ വിശ്വസിക്കേണ്ടതിന്. There was a man who was an atheist. നിരീശ്വരവാദിയായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. Many of his young days he didn't believe in God. തന്റെ യൗവന പ്രായത്തില് താൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. But one day God communicated some statements through his thoughts. ഒരു ദിവസം ദൈവം തന്റെ ചിന്തകളിലൂടെ ചില പ്രസ്താവനകൾ കൊണ്ടുവന്നു. Did I ask your permission to bring you to birth? നിന്നെ ഈ ഭൂമിയിൽ ജനിപ്പിക്കുവാൻ ഞാൻ നിന്റെ അനുവാദം ചോദിച്ചുവോ? His answer was no. തന്റെ ഉത്തരമില്ല എന്നായിരുന്നു. Did I ask your parents permission to bring you to birth? നിന്നെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കുവാൻ ഞാൻ നിന്റെ മാതാപിതാക്കളുടെ അനുവാദം ചോദിച്ചുവോ? He said no. താൻ പറഞ്ഞു ഇല്ല. Having come into this world without your permission and without your parents permission, can you live as you like? നിന്റെ അനുവാദം കൂടാതെ നിന്റെ മാതാപിതാക്കളുടെ അനുവാദം കൂടാതെ ഈ ഭൂമിയിലേക്ക് വന്ന് പിറന്നിട്ട് നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ കഴിയുമോ? When you have not made yourself, when your parents have not made you, do you have the right to live as you like? Do you own yourself? നീ നിന്നെ തന്നെ സൃഷ്ടിക്കാതെ നിന്റെ മാതാപിതാക്കൾ നിന്നെ സൃഷ്ടിക്കാതെ ഇരിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ നിനക്ക് അവകാശമുണ്ടോ? നീയാണോ നിന്റെ ഉടമസ്ഥൻ? No. അല്ല. Then God asked him another question. അപ്പോൾ ദൈവം തന്നോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. When you do not belong to yourself, when I brought you into this world without your permission, without your parents' permission, and you live as you like, can I not at the end of your life bring you to question, make you stand before me and ask you to give an account of all that you did in your life? And if you are not able to give me a proper answer,
can I not throw you out into eternal hellfire? ദൈവം ഇപ്രകാരം തന്നോട് ചോദിച്ചു, നിന്റെ ഉടമസ്ഥൻ നീ തന്നെ അല്ലാതിരിക്കെ, നിന്റെ മാതാപിതാക്കളുടെ അനുവാദം കൂടാതെ നീ ഭൂമിയിലേക്ക് വന്ന് പിറന്നിരിക്കെ, നിന്റെ ജീവിതത്തിന്റെ അവസാനം നീ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിച്ച് നിന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് നിനക്കിഷ്ടമുള്ളതുപോലെ നീ ജീവിച്ചത് കൊണ്ട് എനിക്ക് നിന്റെ അനുവാദം കൂടാതെ നിന്നെ എടുത്ത് നരകത്തിലേക്ക് എറിഞ്ഞു കളയുവാൻ കഴിയുകയില്ലയോ? These questions changed his life. Today he is a believer in Chennai. ഈ ചോദ്യങ്ങൾ തന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ഇന്ന് താൻ ചെന്നൈയിൽ ഒരു വിശ്വാസിയായിരിക്കുന്നു. Heaven and hell are real and therefore we can't live as we like. സ്വർഗ്ഗവും നരകവും യഥാർത്ഥമാണ്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. Now who goes to heaven and who goes to hell? ആരാണ് സ്വർഗ്ഗത്തിൽ പോകുന്നത്, ആരാണ് നരകത്തിൽ പോകുന്നത്? Generally all religions say good people go to heaven and bad people go to hell. സാധാരണയായി എല്ലാ മതങ്ങളും പറയുന്നത് നല്ല മനുഷ്യർ സ്വർഗ്ഗത്തിലും മോശമായി ജീവിക്കുന്ന മനുഷ്യർ നരകത്തിലും പോകുന്നു. But strangely the Christian message doesn't say that. എന്നാൽ ക്രിസ്തീയ ദൂത് അപ്രകാരം പറയുന്നില്ല. Although all religions say good people go to heaven and bad people go to hell, the Christian message does not say that. എല്ലാ മതങ്ങളും പറയുന്നത് നല്ല മനുഷ്യർ സ്വർഗ്ഗത്തിലും മോശമായി ജീവിക്കുന്ന മനുഷ്യർ നരകത്തിലും പോകുന്നു എന്ന് പറയുന്നെങ്കിൽ തന്നെയും ക്രിസ്തീയ സന്ദേശം അപ്രകാരം പറയുന്നില്ല. The Christian message is good people and bad people will all go to hell. ക്രിസ്തീയ സന്ദേശം പറയുന്നത് നല്ല മനുഷ്യരും മോശമായി ജീവിക്കുന്ന മനുഷ്യരും എല്ലാവരും നരകത്തിലേക്ക് പോകുന്നു. The reason is what we call good is actually not good enough. എന്തുകൊണ്ടെന്നാൽ നാം നല്ലത് എന്ന് പറയുന്ന പല കാര്യങ്ങളും വാസ്തവമായി വേണ്ടത്ര നല്ലതല്ല. Read Psalm 53 53-ാം സങ്കീർത്തനം verses 2 and 3. 2-3 വാക്യങ്ങൾ. God looked down from heaven upon the children of men to see if there were any that did understand and that did seek God. Every one of them is gone back. They are all together become filthy. There is none that doeth good, no, not one. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. So see what this verse says clearly. എന്താണ് ഈ വചനം വ്യക്തമായി പറയുന്നത്? When we look through human eyes at different people, we see some people as good people, some people as bad people. നാം നമ്മുടെ മാനുഷിക നേത്രങ്ങൾ കൊണ്ട് മനുഷ്യരെ നോക്കുമ്പോൾ ചിലരെ നാം നല്ലവരായും ചിലരെ നാം മോശക്കാരായും കാണുന്നു. But when heaven looks down at human beings, എന്നാൽ സ്വർഗ്ഗം താഴെ മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ, when God looks down at the children of men, ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ he says there's none that doeth good, no, not one. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറയുന്നു. Which means all that we call good, we humans look around and call good, is not good enough to qualify us for heaven. It's goodness on earth, that's all. അതായത് നാം നല്ലവരെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽ നല്ലതായിട്ടുള്ള പല കാര്യങ്ങളും സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുമ്പോൾ നന്മയാണ്, നല്ലതാണെന്ന് പറയുവാൻ വേണ്ടത്ര നല്ലതല്ല. So that's the first thing that we must remember. All our good deeds are not going to take us to heaven. അതാണ് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. നമ്മുടെ നല്ല പ്രവൃത്തികൾ ഒന്നും നമ്മെ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കുകയില്ല. Now if nothing that is in this world that human beings call good is good enough, then what should we do to go to heaven? ഈ ഭൂമിയിലുള്ള മനുഷ്യർ നല്ലതെന്ന് വിളിക്കുന്ന ഒന്നും വേണ്ടത്ര നല്ലതല്ല എങ്കിൽ പിന്നെ എന്താണ് ശരിയായ വിധത്തിൽ നല്ലതായിട്ടുള്ളത്? If you turn to Mark chapter 10, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം and read verses 17 and 18. 17-18 വാക്യങ്ങൾ വായിക്കാം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. And when he was gone forth into the way, there came one running and kneeled to him and asked him, Good master, what shall I do that I may inherit eternal life? And Jesus said unto him, Why callest thou me good? There is none good but one, that is God. So here we see Jesus making a statement. ഇവിടെ യേശു ഒരു പ്രസ്താവന നടത്തുന്നത് നമുക്ക് കാണാം. There is none good that
is equivalent to the psalm the part of the psalm that we read just now. ഇവിടെ നാം വായിക്കുമ്പോൾ നല്ലവൻ ആരുമില്ല എന്ന് പറയുകയാണ്. അതായത് നാം ആദ്യം വായിച്ചു കേട്ട സങ്കീർത്തന ഭാഗത്തിൽ പറയുന്നത് പോലെ. But then he also says there is none good. The only person who can be called good is God. താൻ പറയുകയാണ് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. So any goodness that can qualify for heaven is only within God. അതായത് നല്ലത് എന്ന് പറയുവാൻ, സ്വർഗം നല്ലത് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് ദൈവികമാണ്, അല്ലെ ദൈവത്തിലുള്ളതാണ്. So all goodness that can qualify us for heaven is hidden in God. നമ്മെ സ്വർഗത്തിന് യോഗ്യരാക്കി തീർക്കുന്ന നല്ല കാര്യങ്ങൾ എന്നുള്ളത് അതെല്ലാം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നതാണ്. Now when Jesus makes a statement like this, why are you calling me good? There is none that is good except God. യേശു ഇപ്രകാരം പറയുമ്പോൾ എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. It makes us think that Jesus is not good. അത് നാം ചിലപ്പോൾ ചിന്തിച്ചേക്കാം യേശു നല്ലവനല്ല എന്ന്. But Jesus does not say that. യേശു അപ്രകാരം പറയുന്നില്ല. Jesus never said in this passage, I am not good. യേശു ഈ വാക്യങ്ങളിൽ യേശു ഒരിടത്തും പറയുന്നില്ല ഞാൻ നല്ലവനല്ല എന്ന് പറയുന്നില്ല. He only asked that man, why are you calling me good? യേശു തന്നോട് ഒരു ചോദ്യം ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? By asking that question, Jesus was making that questioner think a little bit. ആ ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് ആ മനുഷ്യനെ അല്പം ചിന്തിപ്പിക്കുകയായിരുന്നു യേശു ചെയ്തത്. What was Jesus making him think? യേശു തന്നെ ചിന്തിപ്പിച്ച കാര്യം എന്താണ്? When that man came down and knelt down before Jesus, what did he say? യേശു ആ മനുഷ്യൻ ഓടി വന്ന് യേശുവിന്റെ മുമ്പാകെ മുട്ടുകുത്തിയപ്പോൾ താൻ എന്താണ് പറഞ്ഞത്? Good master. നല്ല ഗുരു. So Jesus was trying to say, only God is good. യേശു പറയുവാൻ ശ്രമിച്ചത് ദൈവം മാത്രമേ നല്ലവനുള്ളൂ എന്നാണ്. So what was God trying to tell that man? എന്താണ് യേശു ആ മനുഷ്യനോട് പറയുവാൻ ശ്രമിച്ചത്? If you think I'm only a master, don't call me good. നീ എന്നെ ഒരു ഗുരു എന്ന് മാത്രമാണ് കരുതുന്നതെങ്കിൽ എന്നെ നല്ലവൻ എന്ന് വിളിക്കേണ്ട. But if you think I'm good, remember there's none good but God alone. ഞാൻ നല്ലവനാണ് എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ നീ മനസ്സിലാക്കണം ദൈവമല്ലാതെ ആരും നല്ലവനില്ല. So in other words, Jesus was trying to make that man think that good and master will not go together. If you're going to use the word good, it's for God himself. അതായത് യേശു ആ മനുഷ്യന് ഇപ്രകാരം മനസ്സിലാക്കിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു, നല്ലവൻ എന്നുള്ള വാക്കും ഗുരു എന്നുള്ള വാക്കും അത് ഒന്നായി പോകുകയില്ല. നല്ലവൻ എന്നുള്ളത് അത് ദൈവത്തിന് മാത്രം ചേരുന്ന വാക്കാണ്. So if you're going to use good to me, remember I am God. That's the message. നീ എന്നെ നല്ലവനെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ദൈവമാണ് എന്നുള്ളതാണ്. So goodness is not following a set of rules. നല്ലത് എന്ന് പറയുന്നത് ഏതോ ചില നിയമങ്ങൾ അനുസരിക്കുന്നത് മാത്രമല്ല. Many people are deceived into thinking that they follow a set of rules they can go to heaven. അനേകർ ചിന്തിക്കുന്നത് ഏതോ ചില നിയമങ്ങളൊക്കെ അനുസരിച്ചതുകൊണ്ട് അവർക്ക് സ്വർഗ്ഗത്തിൽ പോകുവാൻ കഴിയുമെന്നാണ്. All those set of rules that we can follow, we can be decent people on earth. That's called morality. Morality will not fit us for heaven. ഈ നിയമങ്ങളെല്ലാം അനുസരിച്ചതുകൊണ്ട് നമുക്ക് ഒരു വിധത്തിൽ ആത്മീയരായി ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും, എന്നാൽ അത് നമ്മെ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കുകയില്ല. So we'll be good people on earth, but that doesn't qualify us for heaven. നമുക്ക് ഈ ഭൂമിയിൽ നല്ലവരായി കാണപ്പെട്ടേക്കാം, എന്നാൽ അത് നമ്മെ സ്വർഗ്ഗത്തിന് യോഗ്യരാക്കി തീർക്കുകയില്ല. That's why Jesus came down. അതുകൊണ്ടാണ് യേശു ഇറങ്ങി വന്നത്. He was the embodiment, the incarnation of all the goodness of heaven. താൻ സ്വർഗ്ഗത്തിലുള്ള സകല നന്മകളുടെയും ദേഹരൂപമായി തീർന്നതായിരുന്നു. In order to go to heaven, what should a person do? ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പോകേണ്ടതിന് എന്ത് ചെയ്യണം? There's no use being good because we cannot good because there is none good. നല്ലവനായിരിക്കുന്നത് കൊണ്ടല്ല, നല്ലതായിരിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. കാരണം നമുക്ക് ആർക്കും സ്വതവേ നല്ലവരാകുവാൻ കഴിയുകയില്ല. So to go to heaven, instead of trying to be good, which is useless, what we should do is go and have a relationship with Jesus, who is the fountain of all goodness of heaven. അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകേണ്ടതിന് നല്ലവരാകുവാൻ ശ്രമിക്കുന്നതിന് പകരമായി സ്വർഗ്ഗത്തിലുള്ള സകല നന്മകളുടെ ഉറവിടമായി യേശുവിനോട് ഒരു ബന്ധമുണ്ടാക്കുവാൻ ശ്രമിക്കണം. So the road to heaven is in beginning a relationship with Jesus. സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയുടെ തുടക്കം യേശുവുമായി ഒരു ബന്ധം ആരംഭിക്കുന്നതാണ്. It's not in being good. അത് നല്ലവനായി തീർന്നത് കൊണ്ടായില്ല. So when we have a relationship with Jesus, നമുക്ക് യേശുവിനോട് ഒരു ബന്ധമുള്ളപ്പോൾ then the goodness of heaven starts filling our life.
life. അപ്പോൾ സ്വർഗ്ഗത്തിന്റെ നന്മകൾ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ ആരംഭിക്കും. I want to ask a question to my Christian brothers. ക്രിസ്തീയ സഹോദരങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. And to my Pentecostal brothers. പെന്തക്കോസ്ത് സഹോദരന്മാരോടും കൂടി ചോദിക്കുന്നു. And to myself. എന്നോട് കൂടി ഞാൻ ചോദിക്കുകയാണ്. How is our relationship with Jesus? യേശുവിനോടുള്ള നമ്മുടെ ബന്ധം എപ്രകാരമാണ്? I want to make a confession now. എനിക്കൊരു ഏറ്റുപറച്ചിൽ ഇപ്പോൾ നടത്തുവാൻ ആഗ്രഹമുണ്ട്. I have sung so many songs without Jesus, without any friendship with Jesus. യേശുവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ ഞാൻ അനേക പാട്ടുകൾ പാടിയിട്ടുണ്ട്. I've said praise the Lord, praise the Lord, praise the Lord so many times with no connection with Jesus at all. യേശുവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ അനേക പ്രാവശ്യം സ്തോത്രം 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 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. I have preached many sermons just with head knowledge and with a lot of things in memory without any personal friendship with Jesus. അനേക ദൂതുകൾ എന്റെ ബുദ്ധി ഉപയോഗിച്ചും എന്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ വെച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. യേശുവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ പ്രസംഗിച്ചിട്ടുണ്ട്. I've done so many ministries without any love and relationship with Jesus. യേശുവുമായി യാതൊരു സ്നേഹമോ ബന്ധമോ ഇല്ലാതെ അനേക ശുശ്രൂഷകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. So let me ask you, are you having a similar experience? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കും ഇപ്രകാരം തന്നെയുള്ള ഒരു അനുഭവമാണോ ഉള്ളത്? The beginning of a relationship with Jesus is called salvation. യേശുവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആരംഭത്തിന്റെ പേരാണ് രക്ഷ. It's not a religion that will take you to heaven. അത് നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു മതമല്ല. God willing, tomorrow I'm going to speak to you some things about hell. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ ചില കാര്യങ്ങൾ നരകത്തെക്കുറിച്ച് പറയാം. And you will see how there are many Christians in hell. നരകത്തിൽ എപ്രകാരം അനേക ക്രിസ്ത്യാനികൾ എത്തിയിരിക്കുന്നു എന്നുള്ളതും കാണാം. So it's not a religion that will take you to heaven. Not even the Christian religion can take a man to heaven. നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് ഒരു മതവുമല്ല. ഈ ക്രിസ്തീയ മതത്തിന് നിങ്ങളെ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കുവാൻ കഴിയുന്നതല്ല. It is a person, a good person, the good God himself that came down as man, Jesus Christ, who can take you to heaven. അതൊരു വ്യക്തി അല്ലെങ്കിൽ നല്ലവനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നല്ലവനായ യേശുവിനെ മാത്രമാണ് നിങ്ങളെ സ്വർഗ്ഗത്തിൽ എത്തിക്കുവാൻ കഴിയുക. Christian brother and sister, ക്രിസ്തീയ സഹോദര സഹോദരി, maybe one day many years ago you started that relationship with Jesus. ഒരുപക്ഷേ നിങ്ങൾ ചില ദിവസങ്ങൾക്ക് മുമ്പോ വർഷങ്ങൾക്ക് മുമ്പോ യേശുവുമായിട്ടുള്ള ബന്ധം ആരംഭിച്ചിരിക്കാം. Today, where is Jesus in your life? ഇന്ന് യേശു നിന്റെ ജീവിതത്തിൽ എവിടെയാണുള്ളത്? Are you still walking with him, or have you left him behind and are you walking alone? ഇപ്പോൾ നീ അവനോട് കൂടെ നടക്കുകയാണോ അതോ അവനെ പുറകിൽ വിട്ടുകളഞ്ഞിട്ട് നീ തനിയെ നടന്നു പോകുകയാണോ? Have we become Christians only by tradition, or is Jesus still talking to us today? Are we walking with him today? നാം ക്രിസ്ത്യാനികളായി തീർന്നത് വെറും പാരമ്പര്യം ഒന്നുകൊണ്ട് മാത്രമാണോ അതോ യേശു ഇന്ന് നിന്നോട് സംസാരിച്ച് നിന്നോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ? Is everyday life with Jesus exciting, or are we just running in the speed that we started off many years ago? യേശുവിനോട് കൂടെയുള്ള ഓരോ ദിവസത്തെയും ജീവിതം വളരെ ആശ്ചര്യകരമാണ്. അതോ നാം തുടങ്ങിയ അതേ സ്പീഡിൽ നാം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണോ? They asked, Tenzing and Hillary were the ones to climb Mount Everest first. ടെൻസിംഗും ഹില്ലാരിയുമാണ് ആദ്യമായി എവറസ്റ്റ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയത്. So in the interview they asked them, why did you climb that mountain? ഒരു ഇന്റർവ്യൂവിൽ അവരോട് ഇപ്രകാരം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പർവ്വതത്തിൽ കയറിയത്? Their answer was, the mountain was there, so we climbed the mountain. അവർ പറഞ്ഞത് അവിടെ പർവ്വതം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കയറി. So what is the reason we are coming to church? നാം സഭയിൽ വരുന്ന അല്ലെ പള്ളിയിൽ വരുന്നതിന്റെ കാരണം എന്താണ്? Church is there, so we are coming to church. സഭ അവിടെ ഉണ്ട്, അതുകൊണ്ട് വരുന്നു. Is it tradition that is driving us, or is the Jesus pulling us? പാരമ്പര്യമാണോ നമ്മെ നടത്തിക്കൊണ്ടു പോകുന്നത് അതോ യേശുവാണോ നമ്മെ വലിച്ചടിപ്പിക്കുന്നത്? How is our relationship with Jesus? എങ്ങനെയാണ് നമുക്ക് യേശുവുമായിട്ടുള്ള ബന്ധം? 1 minute shall we close our eyes? ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. How is our relationship with Jesus? നമ്മുടെ യേശുവുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ്? Is Jesus just a person in the Bible? യേശു വേദപുസ്തകത്തിലുള്ള ഒരു വ്യക്തി മാത്രമാകുന്നുവോ? Or is he a person whom we were once friendly with, whom we have lost somewhere behind in our journey? അതോ നമുക്ക് ഏതോ ഒരു കാലത്ത് സ്നേഹബന്ധം ഉണ്ടായിരുന്ന എന്നാൽ വഴിയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണോ യേശു? Or are we walking with him today? അതോ നാം ഇന്നും അവനോട് കൂടെ നടക്കുകയാണോ? Is Jesus real in our life today? ഇന്ന് യേശു വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? How many can say Jesus is my best friend? എത്ര പേർക്ക് പറയുവാൻ
പറയുവാൻ കഴിയും, യേശുവാണ് എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ. How many talked to Jesus today? എത്ര പേർ ഇന്ന് യേശുവിനോട് സംസാരിക്കുന്നവരുണ്ട്? To how many did Jesus talk to you today? ഇന്ന് നിങ്ങളിൽ എത്ര പേരോട് യേശു സംസാരിച്ചു? Where is our Jesus in our life? എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ സ്ഥാനം? 1 minute we are going to call out to Jesus. ഒരു നിമിഷം നാം യേശുവിനോട് നിലവിളിക്കുവാൻ പോകുകയാണ്. He is more than our necessary food. He is more important than our necessary food. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തെക്കാൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് യേശു. We can live without food for few days. നമുക്ക് ഭക്ഷണം കൂടാതെ ചില ദിവസങ്ങൾ ജീവിക്കുവാൻ കഴിഞ്ഞേക്കാം. We can live without water for few hours. നമുക്ക് വെള്ളം കൂടാതെ ചില മണിക്കൂറുകൾ ജീവിക്കാം. We can live without breath for a few seconds. നമുക്ക് ശ്വാസം എടുക്കാതെ ചില നിമിഷങ്ങൾ ജീവിക്കുവാൻ കഴിയും. But without Jesus we are dead. എന്നാൽ യേശുവില്ല എങ്കിൽ നാം മരിച്ചവരാണ്. Without Jesus we are mobile corpses. നാം യേശുവില്ല എങ്കിൽ നാം വെറും ശവശരീരങ്ങളാണ്. Let us close our eyes. നമുക്കെല്ലാം കണ്ണുകളെ Let അടയ്ക്കാം. our heart look out to Jesus. നമ്മുടെ ഹൃദയം യേശുവിലേക്ക് ഉയരട്ടെ. If you have lost Jesus and you are a traditional Christian, call Jesus back into your life. നിങ്ങൾക്ക് യേശുവിനെ നഷ്ടപ്പെട്ട ഒരു പാരമ്പര്യ ക്രിസ്ത്യാനി മാത്രമാണ് നിങ്ങളെങ്കിൽ ഇന്ന് യേശുവിനെ നോക്കി നിങ്ങൾ നിലവിളിക്കുക. I want Jesus to come back into my life. യേശു എന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. I want Jesus to be in this sermon. ഈ കൂട്ടായ്മയിൽ ഈ കൂട്ടത്തിൽ യേശു എന്റെ അടുക്കൽ വരണം. I want Jesus to be in this sermon. ഈ പ്രസംഗത്തിൽ യേശു എന്റെ അടുക്കൽ വരണം. I want Jesus to be with me in my praising, in my singing, in my praying and in every walk of my life. എന്റെ സ്തോത്രത്തിൽ ഞാൻ പാട്ട് പാടുമ്പോൾ, ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോഴൊക്കെ എന്റെ ജീവിതത്തിന്റെ ഓരോ നടപ്പിലും യേശു എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. 1 minute let us all get together and call out to Jesus. ഒരു നിമിഷം നമുക്കെല്ലാം ഒന്ന് ചേർന്ന് യേശുവിനെ നോക്കി നിലവിളിക്കാം. He is our life. അവനാണ് നമ്മുടെ ജീവൻ. Jesus said, without me you can do nothing. യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. Without Jesus we are going to go to hell. യേശുവില്ല എങ്കിൽ നാം നരകത്തിലേക്ക് പോകുകയാണ്. 1 minute let us all call out to Jesus. ഒരു മിനിറ്റ് നമുക്കെല്ലാം യേശുവിനെ നോക്കി നിലവിളിക്കാം. From the depth of our heart let us call out to Jesus. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമുക്ക് യേശുവിനോട് നിലവിളിക്കാം. Jesus, I want you to be with me. യേശുവേ, നീ എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Jesus, I want you to be the center of my life. യേശുവേ, നീ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Jesus, I want to walk with you all the days of my life. യേശു, എന്റെ ജീവിതത്തിന്റെ ഓരോ നാളും നിന്നോട് കൂടെ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I do not want to be a traditional Christian and deceive myself. ഒരു പാരമ്പര്യ ക്രിസ്ത്യാനി മാത്രമായിരുന്ന എന്നെ തന്നെ വഞ്ചിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. That the Lord might move in our midst. കർത്താവ് നമ്മുടെ മധ്യേ പരിവർത്തിക്കട്ടെ. That the Lord might come into our spirits. കർത്താവ് നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി വരട്ടെ. Jesus is taking our hands now. യേശു നമ്മുടെ കരം പിടിക്കുകയാണ്. As you call out to Jesus, He is going to hold your hand. നീ യേശുവിനെ നോക്കി നിലവിളിക്കുമ്പോൾ അവൻ നിന്റെ കരം പിടിക്കുവാൻ പോകുകയാണ്. Today you are going to walk with Jesus again. ഇന്നു മുതൽ നീ വീണ്ടും യേശുവിനോട് കൂടെ നടക്കുവാൻ പോകുന്നു. Him that cometh to me I will in no wise cast out. എന്റെ അടുക്കലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. If we call him, he is near unto us. നിങ്ങൾ അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് സമീപസ്ഥനാകുന്നു. Call unto him while he may be found. അവനെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ നോക്കി നിലവിളിപ്പീൻ. Seek him while he is near. അവൻ അടുക്കലുള്ളപ്പോൾ തന്നെ അവനെ അന്വേഷിപ്പീൻ. Jesus is standing in our midst. യേശു നമ്മുടെ മധ്യേ നിലകൊള്ളുന്നു. Hold his hand and he will hold yours. നീ അവന്റെ കരം പിടിച്ചുകൊള്ളുക, അവൻ നിന്റെ കരം പിടിച്ചുകൊള്ളും. Don't let him go. He is eternal life. അവൻ കടന്നു പോകുവാൻ അനുവദിക്കരുത്. അവൻ നിത്യജീവനാകുന്നു. Be close to him and he will be close to him. നീ അവനോട് അടുത്തു ചെല്ലുക, അവൻ നിങ്ങളിലേക്ക് അടുത്തു വരും. Draw nigh to God and he will draw nigh to you. അവന്റെ അടുക്കലേക്ക് നീ ചെല്ലുമ്പോൾ കർത്താവ് നിന്റെ അടുക്കലേക്ക് വരും. Till the day of our death. നമ്മുടെ മരണ ദിവസം വരെ. Till the last day on earth. നീ ഭൂമിയിലെ അവസാന ദിവസം വരെ. How many must say Jesus must be with me? എത്ര പേർ പറയുന്നു യേശു എന്റെ കൂടെ ഇരിക്കണം? Lift up your hands. നിങ്ങളുടെ കരം ഉയർത്തിയാട്ടെ. Those who want Jesus the rest of your life, every day, all the time, put up your hands. നിങ്ങളുടെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓരോ സമയവും യേശു എന്നോട് കൂടെ ഇരിക്കണമെന്നുള്ളവർ കരം ഉയർത്തിയാട്ടെ. Lift up your hands and surrender and praise God. നിങ്ങളുടെ കരം ഉയർത്തി നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. Praise you, Jesus. We praise you, Lord. We praise
says you. Only His goodness can take us to heaven. അവന്റെ നന്മയ്ക്ക് മാത്രമേ നമ്മെ സ്വർഗ്ഗത്തിലെത്തിക്കുവാൻ കഴിയുകയുള്ളൂ. Only when we learn from His goodness will we go to heaven. അവന്റെ നന്മയിൽ നിന്ന് നാം പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്വർഗ്ഗത്തിലെത്തുവാൻ കഴിയുകയുള്ളൂ. Let's renew our relationship with Jesus. നമുക്ക് യേശുവിനോടുള്ള നമ്മുടെ ബന്ധത്തെ പുതുക്കാം. Every morning talk to Jesus. ഓരോ ദിവസം പ്രഭാതത്തിലും യേശുവിനോട് സംസാരിക്കണം. One day I read about a particular saint. ഒരു ദിവസം ഞാൻ ഒരു പ്രത്യേക വിശുദ്ധനെ കുറിച്ച് വായിക്കുവാനിടയായി. In his diary one day he wrote like this. തന്റെ ഡയറിയിൽ ഒരു ദിവസം താൻ ഇപ്രകാരം എഴുതി വെച്ചു. Last night I went to bed without Jesus being my last thought. കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങുവാൻ പോയത് യേശു എന്റെ അവസാന ചിന്തയായിട്ട് ഇല്ലാതെയാണ്. That was his confession that day. അത് തന്റെ ആ ദിവസത്തെ ഏറ്റുപറച്ചിലായിരുന്നു. That means all the other days when he went to bed, before he slept off, dozed off, he was thinking of Jesus, 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 and then slept. അതിന്റെ അർത്ഥം മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും താൻ ഉറങ്ങുവാൻ പോകുമ്പോൾ തന്റെ കിടക്കയിൽ കയറി കിടക്കുമ്പോൾ യേശു 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 എന്ന് ചിന്തിച്ചുകൊണ്ടാണ് താൻ ഉറങ്ങിയിരുന്നത്. Are we like that? നാം അങ്ങനെയാണോ? Are we so close to Jesus? നാം യേശുവിനോട് അത്രത്തോളം അടുത്തവരാണോ? But we want him to be with us. We want him to be with us. അവൻ നമ്മോടുകൂടെ എപ്പോഴും ഇരിക്കണം. Don't let anyone else or anything else get in the way. അതിന് മധ്യേ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു വസ്തുവോ കടന്നു വരുവാൻ നാം അനുവദിക്കരുത്. Before I close, I want to say a few words about heaven. ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി സ്വർഗ്ഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. Different people have different ideas about heaven. പല മനുഷ്യർക്കും നരകത്തെക്കുറിച്ച് പല ചിന്താഗതികളാണുള്ളത്. Here is an artist's opinion about heaven. ഇവിടെ ഒരു ചിത്രകാരന്റെ ഭാവനയിലുള്ള സ്വർഗ്ഗത്തെ കാണുവാൻ കഴിയും. The first picture, a transparent staircase that's leading to a place beyond the clouds. ആദ്യത്തെ ചിത്രത്തില് മേഘങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു സ്റ്റെയർകേസ്, ഒരു കോവണി കാണാം. So some people say heaven is beyond the clouds, some people say it's beyond the blue and it's beyond the sunset and so on. ചിലർ പറയുന്നത് സ്വർഗം എന്നുള്ളത് അത് ആകാശത്തിൽ മേഘങ്ങൾക്ക് മീതെയാണ്. ചിലർ പറയുന്നത് ചക്രവാളങ്ങൾക്ക് അപ്പുറത്താണ് എന്നൊക്കെ പറയുന്നു. Now, you actually cannot have a full understanding about heaven. വാസ്തവത്തിൽ സ്വർഗ്ഗത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ ഒരു അറിവ് ലഭിക്കുക എന്നുള്ളത് അസാധ്യമാണ്. What we have here about heaven is only a limited knowledge. ഈ സ്വർഗം എന്നുള്ളത് നമ്മുടെ അറിവുകൾക്കല്ല, പരിമിതമായ അറിവുകൾക്കുള്ളിൽ അത് നമുക്ക് അല്പമേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. We all know one thing, heaven is a very very happy place. സ്വർഗം ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സ്ഥലമാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. But there's going to be no computers in heaven. എന്നാൽ സ്വർഗത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കമ്പ്യൂട്ടറുകളൊന്നും കാണുകയില്ല. No iPods, no movies. അവിടെ ഐപോഡുകളോ സിനിമകളോ ഒന്നും കാണുകയില്ല. You can't have the latest cars. അവിടെ ഏറ്റവും പുതിയ കാറുകളൊന്നും അവിടെ ലഭിക്കുകയില്ല. No television sets. അവിടെ ടെലിവിഷൻ സെറ്റുകളുമില്ല. Some people say, what are you going to do in heaven? We're going to worship and praise God every day. ചിലർ പറയുന്നത് നാം എന്താണ് സ്വർഗത്തിൽ പോയി ചെയ്യുവാൻ പോകുന്നത്? എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കും. In this world itself, praising God, getting up early in the morning from 4 to 5 o'clock itself, some will be waiting for 5 o'clock for the praising to be over. ഈ ലോകത്തിൽ തന്നെ രാവിലെ 4 മണിക്ക് ഉണർന്ന് 4 തൊട്ട് 5 വരെ സ്തോത്ര പ്രാർത്ഥനയുണ്ടല്ലോ. ചിലരാണെങ്കിൽ 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 5 മണി ആകുവാൻ കാത്തിരിക്കും ഇതൊന്ന് അവസാനിപ്പിക്കുവാൻ. Here itself it's like that, and we are going to do praising forever in heaven. You think that's very exciting? ഇവിടെ തന്നെ ഇപ്രകാരമാണെങ്കിൽ സ്വർഗത്തിൽ പോയി സദാകാലം നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായിരിക്കുമെന്ന് ചിന്തിക്കുന്നുവോ? Is that all that we are going to do? Just worship, praise all the time? അത് മാത്രമാണോ നാം സ്വർഗത്തിൽ ചെയ്യുവാൻ പോകുന്നത്? എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ട് ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രം? Now you read the key verse again. നാം നമ്മുടെ കുറിവാക്യം വീണ്ടും വായിക്കുമ്പോൾ you see what God says is, man's eyes have not seen, man's ears have not heard, man's heart has not imagined what God has prepared for those who love him. അവിടെ നാം വായിക്കുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ല, മനുഷ്യന്റെ ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നാണ്. So heaven is an unimaginable place. സ്വർഗം എന്നുള്ളത് മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. When you look at our man's natures, നാം മനുഷ്യന്റെ സ്വഭാവങ്ങളെ നോക്കുമ്പോൾ in our soul God has put certain capabilities. നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ജീവനിൽ ദൈവം ചില കഴിവുകൾ വെച്ചിട്ടുണ്ട്. One is the ability to be surprised. ഒന്ന് നമുക്ക്
അത്ഭുതപ്പെടുവാനുള്ള ഒരു കഴിവാണ്. That means suppose someone who is in America, your relative, suddenly stands before your door. നിങ്ങൾക്ക് അമേരിക്കയിൽ ഒരു ബന്ധു ഉണ്ടെന്ന് കരുതുക. പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ വാതിൽക്കൽ ഇദ്ദേഹം നിൽക്കുന്നത് നിങ്ങൾ കാണുന്നു. You'll be surprised. നിങ്ങൾ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോകും. What are you doing here? നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? So that's called surprise. അതിനാണ് അത്ഭുതപ്പെടുക എന്ന് പറയുന്നത്. Now you know why God is not showing heaven to us. എന്തുകൊണ്ടാണ് സ്വർഗം ദൈവം നമുക്ക് കാണിച്ചു തരാത്തതെന്ന് അറിയുമോ? Because there are many surprises there for us. അവിടെ അപ്രകാരമുള്ള പല അത്ഭുതങ്ങളുമുണ്ട്. So God has kept that ability to be surprised in human beings so that surprise can be satisfied when we go to heaven. മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെ അത്ഭുതപ്പെടുവാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്ഭുതപ്പെടുവാനുള്ള ആ കഴിവ് അത് തൃപ്തി പ്രാപിക്കുന്നത് നാം സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ്. Another ability is the ability to wonder. മറ്റൊരു കഴിവെന്ന് പറയുന്നത് നമുക്ക് ആശ്ചര്യപ്പെടുവാൻ അല്ലെ അതിശയപ്പെടുവാനുള്ള കഴിവാണ്. Supporting you look at some beautiful scenery. നിങ്ങൾ ഏതെങ്കിലും നല്ല ഒരു ദൃശ്യം കാണുന്നു എന്ന് കരുതുക. Maybe that second picture that you see on the chart. ഒരുപക്ഷെ ഈ ചാർട്ടിൽ കാണുന്ന രണ്ടാമത്തെ പടമായിരിക്കാം. You see the silhouette of rocks and coconut trees, the black image against the orange sky. അവിടെ നാം നോക്കുമ്പോൾ ഓറഞ്ച് നിറത്തിലുള്ള ആകാശത്തില് അതിന്റെ മറവിൽ നമുക്ക് ഇരുണ്ട നിറത്തിൽ തെങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ കാണുവാൻ കഴിയുന്നു. The beautiful yellow glow of the sun. സൂര്യൻ മഞ്ഞ നിറത്തിൽ മനോഹരമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. And as the sun is going to set, you see some streaks of black there against the orange and yellow sky. ആ സൂര്യൻ അസ്തമിക്കുവാൻ പോകുമ്പോൾ അതിന്റെ ആ മഞ്ഞ പ്രകാശത്തില് ആ ചില കറുത്ത ചില ഭാഗങ്ങളൊക്കെ ആകാശത്തിൽ കാണുന്നു. Maybe you all are seeing that every day, but a normal person who sees this will wonder. ഒരുപക്ഷെ നിങ്ങൾ ഇതൊക്കെ എല്ലാ ദിവസവും കാണുന്നവരായിരിക്കാം. എന്നാൽ ഇത് കാണാത്ത ഒരു സാധാരണ മനുഷ്യൻ ഇത് കാണുമ്പോൾ താൻ ആശ്ചര്യപ്പെടും. It makes him wonder at the creation of at the glory of God's creation. ദൈവ സൃഷ്ടിയുടെ ആ തേജസ് കണ്ട് മഹത്വം കണ്ട് അവൻ ആശ്ചര്യപ്പെടും. Now if you take this picture and print it in an A4 size sheet. ഈ പടം നിങ്ങൾ എടുത്തിട്ട് A4 സൈസിലുള്ള ഒരു പേപ്പറിൽ നിങ്ങൾ അത് പ്രിന്റ് ചെയ്യുന്നുവെങ്കിൽ and show it to a cow. അതൊരു പശുവിനെ കൊണ്ടുപോയി കാണിച്ചാൽ its eyes won't open in wonder, its mouth will open to eat the paper, that's all. അതിന്റെ കണ്ണ് ഇത് കണ്ടിട്ട് ആശ്ചര്യപ്പെട്ട് തുറക്കുകയൊന്നുമില്ല. ആ പേപ്പർ തിന്നുവാൻ അതിന്റെ വാവേണ തുറക്കുമായിരിക്കും. It doesn't know what wonder is. എന്താണ് ഈ ആശ്ചര്യപ്പെടുക എന്നുള്ളത് എന്താണെന്ന് ഈ കന്നുകാലിക്ക് അറിയത്തില്ല. So we have something in us what animals do not have. മൃഗങ്ങൾക്കില്ലാത്ത എന്തോ ചില പ്രത്യേകതകൾ നമ്മുടെ ഉള്ളിലുണ്ട്. The ability to be surprised and to wonder is unique for human beings. അത്ഭുതപ്പെടുവാനും ആശ്ചര്യപ്പെടുവാനുമുള്ള കഴിവ് മനുഷ്യർക്ക് മാത്രമുള്ള ഒന്നാണ്. It's going to be satisfied when we get to heaven. നാം സ്വർഗ്ഗത്തിൽ എത്തുമ്പോൾ മാത്രമാണ് അത് തൃപ്തി പ്രാപിക്കുക. Not only that, അത് മാത്രമല്ല, in us there is a longing always to know the unknown. എപ്പോഴും നമ്മുടെ ഉള്ളിൽ അറിയപ്പെടാത്ത കാര്യങ്ങൾ അറിയുവാനുള്ള ഒരു ആഗ്രഹമുണ്ട്. To complete the incomplete. Something to complete what is incomplete. പൂർണ്ണമാക്കപ്പെടാത്ത ഏതോ ഒന്ന് അത് പൂർത്തീകരിക്കുവാനുള്ള ആഗ്രഹം. That's called curiosity. We want to know what is remaining to know. അതിന്റെ പേരാണ് ജിജ്ഞാസ. എന്താണ് ഇനി അറിയുവാനുള്ളത് എന്നറിയുവാനുള്ള ആഗ്രഹം. For example, ഉദാഹരണമായി right now, ഇപ്പോൾ തന്നെ there is something that you all want to know. നിങ്ങൾ എല്ലാവരും അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. From the beginning of this sermon, ഈ പ്രസംഗത്തിന്റെ ആരംഭം മുതൽ till now, ഇപ്പോൾ വരെ I said something. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞു. That has created a curiosity in you to know. അത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തോന്ന് അറിയുവാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാക്കിയിരിക്കുകയാണ്. Can anyone say what that is? എന്താണ് അതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? In the beginning, one of my first statements was, I'm going to tell you a very interesting story. ഞാൻ ഇത് തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രസ്താവന ഇപ്രകാരമായിരുന്നു. ഞാൻ നിങ്ങളോട് ഒരു താല്പര്യം ഉളവാക്കുന്ന ഒരു കഥ പറയാമെന്നായിരുന്നു പറഞ്ഞത്. Invisibly unknown to you, as I went through the sermon, there would have been a bell sounding in you. Where's the story? അദൃശ്യമായി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു മണി അടിക്കുന്നത് പോലെ ഒരു ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു. എവിടാണ് കഥ എന്ത് ചെയ്യുന്നു? Brother forgot.
സഹോദരൻ മറന്നുപോയി കാണും. I didn't forget. ഞാൻ മറന്നില്ല. And I'm not going to tell any story also. I'm not going to tell. ഞാൻ ഒരു കഥയും പറയുവാനും പോകുന്നില്ല. I told that statement only to let us know that there is a curiosity in us to know the unknown. ഞാൻ അങ്ങനെ അപ്രകാരം പറഞ്ഞത് അറിയപ്പെടാത്ത ചില കാര്യങ്ങൾ അറിയുവാനുള്ള ജിജ്ഞാസ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി മാത്രമാണ്. So this curiosity will be satisfied when we go to heaven. ഈ ജിജ്ഞാസ അത് പൂർത്തീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് തൃപ്തിപ്പെടുന്നത് നാം സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമാണ്. Supposing I tell you a story now. ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഒരു കഥ പറഞ്ഞു എന്ന് കരുതുക. That curiosity to know the story is over. It's satisfied. ആ കഥ അറിയുവാനുള്ള നിങ്ങളുടെ ജിജ്ഞാസ അവിടെ തീരുകയാണ് അല്ലെങ്കിൽ അത് തൃപ്തി പ്രാപിക്കുകയാണ്. But after that, to satisfy, I must tell you another story. അതിനുശേഷം നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഞാൻ വേറൊരു കഥ പറയണം. How many stories can I keep telling? എത്ര കഥകൾ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാൻ കഴിയും? You know, our heart, our soul has been made to enjoy the infinite. നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെ അളവുകളില്ലാത്ത അല്ലെങ്കിൽ എണ്ണമില്ലാത്ത എന്തോ ഒന്നിനെ അതിനാൽ മാത്രം തൃപ്തിപ്പെടാവുന്ന വിധത്തിലാണ്. That's why nothing in this world can satisfy a human being. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഒന്നിനും ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല. That's why people want everything new in this world. അതുകൊണ്ടാണ് മനുഷ്യർക്ക് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ വേണമെന്നുള്ള ആഗ്രഹം. You have a cell phone, you have a car, but when another model comes, you want to get rid of this and buy that one. നിങ്ങൾക്കൊരു മൊബൈൽ ഉണ്ട്, നിങ്ങൾക്കൊരു കാർ ഉണ്ട്, എന്നാൽ പുതിയൊരു മോഡൽ ഇറങ്ങുമ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് അത് വാങ്ങണം. Why? എന്തുകൊണ്ട്? Because our heart wants something new all the time. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഹൃദയം എപ്പോഴും പുതുമ ആഗ്രഹിക്കുന്നു. That's why God has prepared new earth, new heaven, new Jerusalem for us. അതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേമിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. Heaven is infinitely new all the time, so we'll never get bored there. There's something that always remains to be known in heaven. സ്വർഗ്ഗം അന്തമില്ലാതെ വണ്ണം എപ്പോഴും പുതുപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ എപ്പോഴും നാമും അപ്രകാരം പുതുപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെ പുതിയത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലായിരിക്കുന്നു. And there will always be something unknown that still remains in heaven to be known. എപ്പോഴും സ്വർഗ്ഗത്തില് നമുക്ക് അറിയപ്പെടാത്ത ഏതോ കാര്യം വീണ്ടും അറിയപ്പെടുവാനുള്ള ഓരോ കാര്യം എല്ലായ്പ്പോഴും സ്വർഗ്ഗത്തിൽ കാണും. Now, if you read Psalm 17 verse 15. 17 സങ്കീർത്തനം 15 വാക്യം നിങ്ങൾ വായിച്ചാൽ, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. As for me, I will behold thy face in righteousness. I shall be satisfied when I awake with thy likeness. So here it is written, there will be a satisfaction in heaven. ഇവിടെ വായിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ഒരു തൃപ്തി ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുകയാണ്. So it is a satisfaction that will never become boredom. That will never become boredom. ഒരിക്കലും ബോറടിക്കുകയല്ലാത്ത വിധത്തിലുള്ള ഒരു തൃപ്തിയാണ് സ്വർഗ്ഗത്തിൽ നാം പ്രാപിക്കുവാൻ പോകുന്നത്. So whatever it is in human relationships, in anything that we enjoy in this world, there is a point after which satisfaction reduces. ഈ ഭൂമിയിലുള്ള ഭൗമികമായ മാനുഷികമായ ഏത് കാര്യത്തിലും ഒരു പ്രത്യേക അവസ്ഥയ്ക്ക് ശേഷം മനുഷ്യൻ അതിലുള്ള തൃപ്തി അവസാനിക്കുകയാണ്. But heaven is not like that. എന്നാൽ സ്വർഗ്ഗം ഒരിക്കലും അപ്രകാരമല്ല. Eternally exciting, it's eternally satisfying. നിത്യമായി അനന്തമായി അവിടെ എന്നും തൃപ്തിയാണ്, എന്നും അവിടെ സന്തോഷമാണ്. God who has put that element of surprise and wonder and longing for the unknown within us, don't you think that he will keep something that can really satisfy that in heaven? നമ്മുടെ ഉള്ളിൽ അത്ഭുതപ്പെടുവാനുള്ള കഴിവും അതിശയിക്കുവാനുള്ള കഴിവും വെച്ച് ആ ഒരു അവസാനമില്ലാത്ത ജിജ്ഞാസ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ദൈവം എല്ലായ്പ്പോഴും സ്വർഗ്ഗത്തിൽ ഏതോ ഒന്ന് അറിയപ്പെടാത്ത ഒന്ന് നാം അറിയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് എല്ലായ്പ്പോഴും സ്വർഗ്ഗത്തിൽ അപ്രകാരം ഒന്ന് കാണുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? So if you go to heaven, അതുകൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോയാൽ, will there be any one person in this world who goes to heaven and said, this is heaven, is it? I thought something else. ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങൾ ചിന്തിക്കുന്നുവോ സ്വർഗ്ഗത്തിൽ ചെന്നിട്ട്, ഓ ഇതാണോ സ്വർഗ്ഗം, ഇതിനാണോ ഞാൻ വന്നത് എന്ന് ചോദിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? I thought this is something else. ഞാൻ ഓർത്ത് ഇത് വേറെ എന്തോ ആയിരിക്കുമെന്നാണ് കരുതിയത്. There's no human being who will say that. ഒരു മനുഷ്യനും അപ്രകാരം പറയുകയില്ല. You know, so many people have gone to heaven and come back, even amongst us. അനേകർ സ്വർഗ്ഗത്തിലേക്ക് പോയി പല കാര്യങ്ങൾ കണ്ടിട്ട് മടങ്ങി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഇടയിലും അപ്രകാരമുള്ളവർ കണ്ടേക്കാം. Can you find one person who, when they went to heaven and Jesus asked them, go back,
Has even one person ever said, yes Lord, I'll go back because my relatives and all of that, I told them without I came without telling them, so let me tell them, be with them 10 days and come back? Has even one person said that? ഈ സ്വർഗ്ഗത്തിൽ പോയി മടങ്ങി വന്ന മനുഷ്യരിൽ ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും യേശു അവർ സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ മടങ്ങി ഭൂമിയിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ, ഓ ശരി കർത്താവേ, എന്റെ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം അവിടെ ഉണ്ടല്ലോ, ഞാൻ അവരോടൊന്നും പറയാതെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി അവരിലുണ്ടോ? As far as I have heard, not one person who has gone to heaven has ever wanted to come back even to inform relatives. ഞാൻ കേട്ടിരിക്കുന്നത് വെച്ച് സ്വർഗ്ഗത്തിൽ പോയിരിക്കുന്ന ഒരു മനുഷ്യനും അവരുടെ ബന്ധുക്കളോടൊന്ന് പറയേണ്ടതിന് പോലും ഭൂമിയിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. Why? എന്തുകൊണ്ട്? Heaven is so beautiful, heaven is so satisfying. സ്വർഗ്ഗം അത്രത്തോളം മനോഹരമാണ്, അത്രത്തോളം തൃപ്തിപ്പെടുത്തുന്നതാണ്. It's so beautiful, it will make you forget everything on earth. ഈ ഭൂമിയിലുള്ള സകലത്തെയും നിങ്ങളെ മറക്കുമാറാക്കുമാറ് അത് മനോഹരത്വമുള്ളതാണ്. So if you want to go there, നിങ്ങൾക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ hold Jesus. യേശുവിനെ മുറുകെ പിടിച്ചുകൊള്ളുക. There is no other way to heaven. സ്വർഗ്ഗത്തിലേക്ക് മറ്റൊരു വഴിയുമില്ല. Our own goodness and no religious piety will take us to heaven. നമ്മുടെ ഏതെങ്കിലും ഒരു നന്മ പ്രവൃത്തിയോ മതപരമായ ഏതെങ്കിലും പാരമ്പര്യമോ നമ്മെ ഒരിക്കലും സ്വർഗ്ഗത്തിൽ എത്തിക്കുകയില്ല. Shall we close our eyes? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. We all want to go to heaven. നാം എല്ലാം സ്വർഗ്ഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. But we all want to live as we like and still go to heaven, but that's impossible. നമുക്കെല്ലാവർക്കും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുകയും ചെയ്യണം, എന്നിട്ട് സ്വർഗ്ഗത്തിലും പോകണം. അതൊരിക്കലും നടക്കുകയില്ല. If we do live as we like, we are going to go into a heaven, we are going to go into an eternity where there is no God. നാം ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചിട്ട് നാം കടന്നു പോകുന്നുവെങ്കിൽ നാം പോകുന്ന സ്ഥലം ഒരിക്കലും ദൈവമില്ലാത്ത ഒന്നായിരിക്കും. It's going to be a place which will never satisfy. നമ്മെ ഒരിക്കലും തൃപ്തിപ്പെടുത്താത്തൊരു സ്ഥലമായിരിക്കും അത്. One of the near death experiences, one man said, ഈ മരണത്തോട് അടുത്ത അനുഭവം ഉണ്ടായ മനുഷ്യരിൽ ഒരാൾ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു. He went through a tunnel, താൻ ഒരു തുരങ്കത്തിലൂടെ കടന്നുപോയി, and he saw the burning fires of hell. താൻ നരകത്തിന്റെ തീജ്വാലകൾ ജ്വലിക്കുന്നത് കണ്ടു. One man whom he had never seen in his lifetime, who did not know him, called him by name. തന്റെ ജീവിതകാലത്ത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു മനുഷ്യൻ തന്റെ പേർ ചൊല്ലി തന്നെ വിളിച്ചു. Said, don't come here. If you come here, you will never go back. ഇവിടെ വരരുത്, ഇവിടേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മടങ്ങി പോകുവാൻ കഴിയുകയില്ല. None of us should go to hell. None of us should go to hell. നമ്മിൽ ആരും നരകത്തിൽ പോകുവാൻ ഇടയാകരുത്. We all must go to heaven. നാം എല്ലാവരും സ്വർഗ്ഗത്തിൽ പോകണം. For that we all must be friends of Jesus. അതിനുവേണ്ടി നാം എല്ലാം യേശുവിന്റെ സ്നേഹിതന്മാരാകണം. Not just one of the friends, the best friend in all the earth. നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരു സ്നേഹിതൻ എന്നുള്ള അവസ്ഥയിലല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഏറ്റവും നല്ല സ്നേഹിതൻ യേശു ആയിരിക്കണം. Cleave to him and he will never leave you or forsake you. അവനോട് പറ്റിയിരുന്നു കൊള്ളുക, അവൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. Praise the Lord. ദൈവത്തിന്റെ സ്തോത്രം. സ്വർഗ്ഗവാസം ആനന്ദമേ, അതു നിത്യം അതിരമ്യം ആനന്ദം ആനന്ദമേ. സ്വർഗ്ഗവാസം ആനന്ദമേ, അതു നിത്യം അതിരമ്യം ആനന്ദം ആനന്ദമേ. നിത്യേന ദൈവത്തിൻ സന്നിധാനത്തിങ്കൽ വന്നേ വിശുദ്ധരുമാ. നിത്യേന ദൈവത്തിൻ സന്നിധാനത്തിങ്കൽ വന്നേ വിശുദ്ധരുമാ. Deive